രാഹുലിനെ വളരെ മോശമായി ചിത്രീകരിക്കുവാൻ ഇന്ന് ഒരു കൂട്ടം ആൾക്കാർ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ആഘോഷിക്കാൻ വേണ്ടി ചാനലുകാരും മാധ്യമങ്ങളും ഒക്കെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ആർക്കൊക്കെ ഫോൺ ചെയ്ത് എന്തു സംസാരിച്ചു, ഇതിൻ്റെ പുറകിലാണിപ്പോൾ ചാനലുകാരും മാധ്യമങ്ങളുമൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. രാഷ്ട്രീയപരമായി അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പലരെയും ഫോൺ ചെയ്ത് കാണും. ആൺ പെണ്ണ് വ്യത്യാസമില്ലാതെ അദ്ദേഹം ഫോൺ ചെയ്ത് കാണുമായിരിക്കും. അതവരുടെ രാഷ്ട്രീയ പ്രവർത്തനമായിരിക്കാം സംസാരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ തമാശ ആയിരിക്കാം സംസാരിച്ചത്. ഇപ്പോൾ അതെല്ലാം കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ട് ഓരോരുത്തർ ഇപ്പോൾ വന്ന് പറയുകയാണ്, എനിക്ക് ഫോൺ ചെയ്ത് എന്നെ വിളിച്ചിരുന്നു, എന്നോട് സംസാരിച്ചിരുന്നു. ഇതൊക്കെയാണോ കുറ്റം? അദ്ദേഹം 3 വർഷം മുമ്പ് നടന്ന ഒരു സംഭവം ഇപ്പോൾ തലപൊക്കിയിരിക്കുകയാണ്. അന്നൊന്നും അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു പരാതിയുമില്ലായിരുന്നു. ഇപ്പോൾ അവർ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് എന്തോ, എനിക്ക് പരാതിയൊന്നുമില്ല, ഞാൻ ആരുടെ പേരെടുത്ത് പറയുന്നില്ല, ഞാൻ പരാതിക്കും പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു പാർട്ടി വന്നിരിക്കുന്നു. അതാണിവിടെ വിപ്ലവം സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ചെറുപ്പക്കാരനെ ഇത്ര മോശമായി സമൂഹത്തിൽ ചിത്രീകരിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കുന്ന കുറേ മനുഷ്യർ ഇന്ന് തെരുവിലിറങ്ങിയിരിക്കുകയാണ്. എന്ത് നേട്ടമാണ് നിങ്ങൾക്കുള്ളത്? അദ്ദേഹത്തെ നശിപ്പിച്ച് കളഞ്ഞ് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ്? ഏതെങ്കിലും ഒരു വ്യക്തി ഒരു കേസിന് പോയിട്ടില്ല, ഇതുവരെ ഒരു കേസ് കൊടുത്തിട്ടില്ല, ഒരു കോടതിയിൽ പോയിട്ടില്ല. അങ്ങനെ ഇരിക്കെ അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കണം. അതേക്കുറിച്ച് വളരെ മോശമായ രീതിയിലാണ് ചിത്രീകരിക്കുന്നത്. അദ്ദേഹത്തിന് ആർക്കും ഫോൺ ചെയ്യാൻ പറ്റത്തില്ലേ? അദ്ദേഹത്തിന് ഫോൺ ചെയ്യാൻ പറ്റത്തില്ലേ? അദ്ദേഹത്തിന് അറിയാവുന്നവരോട്, സുഹൃത്തുക്കളോട്, രാഷ്ട്രീയക്കാരോട് അദ്ദേഹം ഫോൺ ചെയ്യും. അതിനെന്താ തെറ്റെന്താ? ഇവിടെ ഇപ്പം അദ്ദേഹത്തെ രാജിവെപ്പിക്കണം. ചില രാഷ്ട്രീയ പ്രവർത്തകരും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഞാനത് ചോദിക്കട്ടെ, MLA മുകേഷ് എന്താ രാജിവെക്കാൻ? വലിയ കോളിലൊക്കെ സൃഷ്ടിച്ചല്ലേ? MLAക്കെതിരെ പറഞ്ഞ ഒരു സ്ത്രീ, അവർ കേസ് കൊടുത്തില്ലേ? എന്നിട്ട് എന്തുകൊണ്ട് മുകേഷിനെ കൊണ്ട് പാർട്ടിക്കാർ രാജിവെപ്പിച്ചില്ല? ഇപ്പോഴും അദ്ദേഹം MLA ആയിട്ട് തുടരുകയാണ്. പിന്നെ എന്തിനാണ് ഇപ്പോൾ രാഹുൽ എന്തിനാണ് രാജിവെക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? രാഹുലിനെതിരെ ഒരു തെളിവുമില്ല, ഊഹാപോഹങ്ങളാണെന്ന് കേൾക്കുന്നത്. ആർക്കെങ്കിലും പീഡനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരോട് മോശമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല, കംപ്ലൈൻറ്റ് കൊടുത്തിട്ടില്ല. ചുമ്മാ ചാനലിൽ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ തട്ടിവിട്ടിട്ട് എന്തോ കാര്യം സാധിക്കാൻ വേണ്ടി അത് ചാനലുകാർ അത് ആവശ്യമില്ലാതെ ചിത്രീകരിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാനുള്ള ശ്രമം ഇന്ന് നമ്മുടെ കൊച്ചു രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുകയാണ്, അദ്ദേഹം ഒരിക്കലും MLA സ്ഥാനം രാജിവെക്കേണ്ട കാര്യമില്ല. തെളിവുകളുണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ. നിയമപരമായിട്ട് ഇവിടെ കോടതിയുണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്. അവിടെ പരാതി വരട്ടെ, അല്ല കംപ്ലൈൻറ്റ് വരട്ടെ, അദ്ദേഹം രാജിവെക്കും. ഇതൊന്നുമില്ലാതെ അവിടെ ഇവിടെ ആരെ ഫോൺ ചെയ്തു സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ ഈ സമൂഹത്തിൽ
പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, അദ്ദേഹം ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കരുത്. കോൺഗ്രസ്സുകാർ നിലപാടെടുക്കണം. അദ്ദേഹത്തെ അദ്ദേഹം രാജിവെക്കേണ്ട കാര്യമില്ല. ഇവിടെ രാജിവെക്കേണ്ടവരൊക്കെ ഉണ്ടല്ലോ. ഇതിനു മുമ്പേ നടന്ന പീഡന കേസിലൊക്കെ ഉള്ള പാർട്ടികൾ ഇപ്പോഴും MLA സ്ഥാനമൊക്കെ ആയിട്ട് ഇരിക്കുന്നില്ലേ. അവരെ ആദ്യം രാജിവെപ്പിച്ചിട്ട് വന്ന് പറ രാഹുൽ രാജിവെക്കണം. ഇത് യാതൊരു തെളിവുകളും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹം രാജിവെക്കണമെന്ന് പറഞ്ഞാൽ അത് ശരിയായ ഒരു നിലപാടല്ല. രാഷ്ട്രീയ പാർട്ടിക്കാരും ചാനലുകാരും മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോലാഹലങ്ങൾ. രാഹുൽ ഒരു കാര്യം മനസ്സിലാക്കണം. രാഹുലിൻ്റെ കൂടെ സഹപ്രവർത്തകരായിട്ട് നടന്നിട്ടുള്ളവരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന കാര്യങ്ങൾ. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഇനിയും സൂക്ഷിച്ച് സംസാരിക്കുക. സ്ത്രീകളെ നമ്മൾ കാണേണ്ട രീതിയിൽ കാണുക. അവരോട് ഒരു ഹൈ പറഞ്ഞു പോവുക, അത്രയേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ അബദ്ധത്തിൽ പോയി ചാടും. നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്. ഇനിയെങ്കിലും നമ്മളത് മനസ്സിലാക്കണം. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർ മനസ്സിലാക്കണം. ഒരു ചെറിയ വിഷയം മതി, പിന്നെ അത് ലോകം മൊത്തവും അങ്ങ് പടരുകയാണ്, പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ട് MLA സ്ഥാനം രാഹുൽ രാജിവെക്കേണ്ട ഒരു കാര്യങ്ങളും ഇല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബൈ.